ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 43 വരെയുള്ള വാക്യങ്ങൾ ഇതുവരെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കർത്താവിനെ തൈലാഭിഷേകം ചെയ്യുന്നതും കർത്താവിൻ്റെ രാജകീയമായ പ്രവേശനത്തെക്കുറിച്ചും ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നതുമായി ബന്ധപ്പെട്ടും മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രവചനവും യഹൂദരുടെ അവിശ്വാസവുമൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠന വിഷയമാക്കിയത്. ഈ പുതിയ എപ്പിസോഡിൽ 43 മുതൽ 50 വരെയുള്ള യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ വാക്യങ്ങൾ നമുക്ക് പഠിക്കാനായി ശ്രമിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 44 മുതൽ 50 വരെയുള്ള വചനഭാഗത്തെ വിശ്വസിക്കാനുള്ള ആഹ്വാനം എന്ന പേരിലാണ് ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വചനഭാഗത്തിന് 37 മുതലുള്ള വചനഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമായിട്ടാണ് പാരഗ്രാഫ് തിരിച്ചിട്ടുണ്ട് എങ്കിലും യോഹന്നാൻ സുവിശേഷകൻ യഹൂദരുടെ അവിശ്വാസം എന്ന ഒരു ടൈറ്റിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മളിവിടെ വിശ്വസിക്കാനുള്ള ആഹ്വാനം നൽകുന്ന യേശു കർത്താവിനെയും 4-ാം സുവിശേഷകനായ യോഹന്നാനെയുമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയും ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കും മുൻപ് നമുക്ക് ഈ വചനങ്ങളൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 44 മുതൽ 50 വരെയുള്ള വചനങ്ങൾ. യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്തിമ നാളിൽ അവനെ വിധിക്കും. എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത്. ഞാൻ എന്തു പറയണം, എന്തു സംസാരിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ച പോലെ തന്നെയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 50 വരെയുള്ള വചനങ്ങളോടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗമായ അടയാളങ്ങളുടെ പുസ്തകം അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ രത്നച്ചുരുക്കം അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും വിശ്വസിക്കാൻ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്ന വചനഭാഗമാണ് 44 മുതൽ 50 വരെയുള്ള വചനങ്ങളിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ കർത്താവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടമായ അടയാളങ്ങളുടെ പുസ്തകമെന്ന് വിളിക്കപ്പെടുന്ന 11 അധ്യായങ്ങൾക്ക് ശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ചെയ്ത അടയാളങ്ങളിലൂടെ അവനിൽ വിശ്വസിക്കാൻ ജനങ്ങളോട് ഒരിക്കൽ കൂടിയുള്ള അഭ്യർത്ഥനയാണ് കർത്താവിൻ്റെ വാക്കുകളിലൂടെ 4-ാം സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെയും കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ രത്നച്ചുരുക്കം, അതിൻ്റെ കൺക്ലൂഷൻ കൃത്യമായി യോഹന്നാൻ സുവിശേഷകൻ ഈ വാക്യങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം 13-ാമത്തെ അധ്യായം മുതൽ ബുക്ക് ഓഫ് ഗ്ലോറി അഥവാ മഹത്വത്തിൻ്റെ പുസ്തകം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതൊരു ബ്രിഡ്ജ് പാസേജ് പോലെയാണ്, തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് 12-ാം അധ്യായം നിലകൊള്ളുന്നത് എന്ന് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയും നാം തിരിച്ചറിയുന്ന യാഥാർത്ഥ്യം ഇതാണ്: ഈശോ വന്നത് സ്വയം വെളിപ്പെടുത്താനല്ല, മറിച്ച് പിതാവിനെ വെളിപ്പെടുത്താനാണ്. ഈശോ എന്തിനാ വന്നേ? ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി വന്നവനല്ല, മറിച്ച് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്താനായാണ് യേശു കർത്താവിൻ്റെ ആഗമനം. ഈശോയുടെ വാക്കുകൾ ശ്രവിക്കുന്നവൻ പിതാവിൻ്റെ വാക്കുകളാണ് ശ്രവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പിതാവിൻ്റെ വാക്കുകളാണ് ഈശോ സംസാരിക്കുന്നത്. പിതാവിൻ്റെ വാക്കുകൾ തന്നെയാണ് അവൻ സംസാരിക്കുന്നത് എന്ന കാരണത്താൽ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എന്നും പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു യേശു കർത്താവിൻ്റെ ആഗമന ഉദ്ദേശമെന്നും യോഹന്നാൻ സുവിശേഷകൻ ഈ വാക്യങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഈശോ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് ആവർത്തിച്ച് യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രധാനമായും 3 തവണകളിലാണ് നമ്മൾ യേശു കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന വചനം കാണുന്നത്. 1-ാം അധ്യായത്തിൽ തന്നെ 4-ാമത്തെ വാക്യത്തിൽ യേശുവിനെ ലോകത്തിൻ്റെ പ്രകാശമായി അവതരിപ്പിക്കുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. 1-ാം അധ്യായം 4-ാം തിരുവചനം, അവനിൽ സംഭവിച്ചത് ജീവനായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമതായി 8-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിലാണ് യേശു കർത്താവിനെ വെളിച്ചമായി അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. 8-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. മൂന്നാമതായി വീണ്ടും 9-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിലാണ് കർത്താവ് വെളിച്ചമായി അവതരിപ്പിക്കപ്പെടുന്നത്. വചനം ഇങ്ങനെയാണ്: ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിലും 8-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിലും അതിനുശേഷം 9-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിലും കർത്താവ് തന്നെ വെളിച്ചമായി ഈ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന വചനഭാഗങ്ങളാണിത് 3. 1, 4, 8, 12, 9, 5. ഇവയൊക്കെയും ലോകത്തിൻ്റെ പ്രകാശമായി അവതരിച്ച യേശു കർത്താവിനെയാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ അന്ധകാരത്തിലായിരിക്കുന്നവരെയെല്ലാം പ്രകാശിപ്പിക്കുക എന്ന ദൗത്യമാണ് കർത്താവിനുള്ളത് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് പ്രകാശമായി അവതരിച്ചവനാണ് യേശു കർത്താവ്. ആരെങ്കിലും അന്ധകാരത്തിൽ തുടർന്നാൽ അത് അവരുടെ തന്നെ കുറ്റമാണ് എന്നതും വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു വചനമാണല്ലോ യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. കാരണം കർത്താവ് എല്ലാവരെയും പ്രകാശത്തിലേക്ക് വിളിക്കുന്നുണ്ട് എങ്കിലും ആ പ്രകാശത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കാതെ അന്ധകാരത്തിൽ കഴിയാൻ വേണ്ടിയുള്ള പരിശ്രമം ജനത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് എന്ന കാരണത്താലാണ് 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷ വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ആരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ്
ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മയുള്ളതായിരുന്നു. ഇതാണ് വചനം. ആവർത്തിച്ച് ലോകത്തിൻ്റെ പ്രകാശമായി യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴും ആ പ്രകാശം അനുഭവിക്കാൻ സാധിക്കാതെ, പ്രകാശത്തിലുള്ള ദൈവജനത്തെ പോലെ നന്മ പുറപ്പെടുവിക്കുവാൻ ശ്രമിക്കാതെ തിന്മയിൽ തന്നെ ചരിക്കാൻ ആഗ്രഹിക്കുന്ന ജനം അന്ധകാരത്തിൻ്റെ ഇരുട്ടിൻ്റെ ഓരം പറ്റിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. നന്മയുള്ളവനെ വെളിപ്പെടുത്താൻ പറ്റുകയുള്ളൂ. തിന്മ എപ്പോഴും മൂടിവെക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിരിക്കും. ഈശോ പറഞ്ഞ വാക്കുകളും ചെയ്ത പ്രവൃത്തികളും എല്ലാം പിതാവും ഒന്നിച്ചുള്ള അവിടുത്തെ ജീവിതത്തിൻ്റെ പങ്കുവയ്ക്കലായിരുന്നു എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിതാവായ ദൈവവുമായുള്ള പങ്കുവയ്ക്കലിൻ്റെ ഭാഗമായിട്ടാണ് യേശു കർത്താവ് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് യോഹന്നാൻ സുവിശേഷകൻ്റെ ആഖ്യാന ശൈലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നിത്യജീവൻ നൽകി എല്ലാവരെയും രക്ഷിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് 4 തവണ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിത്യജീവൻ നൽകി സകല മനുഷ്യരെയും രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ 5-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5:24. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിക്ക് വിധേയനാവുകയില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ വചനം. അതിനോട് ചേർന്ന് പോകുന്ന 2-ാമത്തെ വചനം എന്ന് പറയുന്നത് 6-ാം അധ്യായത്തിൻ്റെ 68-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. യോഹന്നാൻ 6:68. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഇപ്രകാരം രണ്ടാമതായി 6-ാം അധ്യായം 68-ാമത്തെ വാക്യത്തിലും നിത്യജീവൻ നൽകി അനുഗ്രഹിക്കുന്നവൻ കർത്താവാണ് എന്ന് ശിമയോൻ പത്രോസിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് 8-ാം അധ്യായത്തിൻ്റെ 51-ാം തിരുവചനത്തിലാണ്. 8:51 നാം ഇപ്രകാരം വായിക്കുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരണം കാണുകയില്ല. യേശു കർത്താവിൽ വിശ്വസിക്കുന്നവന് മരണമുണ്ടാവുകയില്ല എന്നുള്ള, നിത്യമായ മരണമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടുമെന്നുള്ള കൃത്യമായ ബോധ്യത്തിലേക്കാണ് ഈ വചനഭാഗം നമ്മളെ നയിക്കുന്നത്. വീണ്ടും 10-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. നോക്കിക്കേ, എത്ര മനോഹരമായിട്ടാ 4 വാക്യങ്ങളിലൂടെ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ആരെയും ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയിട്ടല്ല എന്നും മറിച്ച് നിത്യജീവൻ നൽകി രക്ഷിക്കാനാണ് എന്നുമുള്ള ദൈവികമായ രക്ഷാകര പദ്ധതി കർത്താവ് വെളിപ്പെടുത്തുകയാണ്. 5-ാം അധ്യായം 24, 6-ാം അധ്യായം 68, 8-ാം അധ്യായം 51, 10-ാം അധ്യായം 10 എന്നിങ്ങനെയുള്ള 4 വ്യത്യസ്തങ്ങളായ വാക്യങ്ങളിലൂടെ യേശു കർത്താവിൻ്റെ രക്ഷാകര ദൗത്യത്തെ ആണ് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഈ ജീവൻ ആരെങ്കിലും തിരസ്കരിച്ചാൽ അത് അവരുടെ തന്നെ കൃത്യവിലോപമാണ് എന്നും അത് അവർക്ക് തന്നെ ശിക്ഷാവിധിക്ക് കാരണമാകുമെന്നും സഹോദരങ്ങളെ യോഹന്നാൻ സുവിശേഷകൻ ഒരു വാർണിംഗ് നൽകുന്നുണ്ട്. കാരണം മനുഷ്യന് വിവേകമുണ്ട്, ഇല്ലേ? എനിക്ക് നിങ്ങൾക്കൊക്കെ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയും എന്തു ചെയ്യണം, എന്തു ചെയ്യണ്ട എന്നുള്ള വിവേകം ദൈവം നമുക്ക് നൽകിയ ഒരു ഫാക്കൽറ്റിയാണ്, ഒരു കൃപയാണ്. ഇത് ഉപയോഗിക്കണം നമ്മൾ. ഏദൻ തോട്ടത്തിൽ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് നന്മതിന്മകളെ വിവേചിച്ചറിയുന്ന ജീവൻ്റെ വൃക്ഷത്തെ നടുവിൽ നട്ടിട്ട് അതിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്,
തിന്നാൽ നിങ്ങൾ മരിക്കുമെന്ന് വചനം പറയുന്നുണ്ട് യഹോവയായ ദൈവത്തിലൂടെ. എന്നാൽ കർത്താവ് ആ മരം സൃഷ്ടിക്കാതിരുന്നില്ല, അതിൽ പഴങ്ങൾ ഉണ്ടാക്കാതിരുന്നില്ല. ഇതൊക്കെ ചെയ്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇതിൻ്റെ പഴം നിങ്ങൾ തിന്നാൽ നിങ്ങൾ മരിക്കും. നിനക്ക് തീരുമാനിക്കാം അത് തിന്നണോ വേണ്ടയോ എന്നുള്ളത്. ഇതാണ് മനുഷ്യ ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം പിന്നീട് കൈകടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ലൂക്കാ സുവിശേഷത്തിൽ മനോഹരമായ 3 ഉപമകൾ 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ, കാണാതെ പോയ ആടിൻ്റെ ഉപമ, കാണാതെ പോയ മകൻ്റെ ഉപമ അഥവാ ധൂർത്തപുത്രൻ്റെ ഉപമ എന്നിങ്ങനെ 3 ഉദാഹരണങ്ങൾ. ആദ്യത്തെ 2 ഉപമകളിൽ ആട് കാണാതെ പോയപ്പോഴും നാണയം കാണാതെ പോയപ്പോഴും നഷ്ടപ്പെടുത്തിയവർ സ്ത്രീയും അതുപോലെ ഇടയനും ആടിനെയും അതുപോലെ നാണയത്തെയും തേടിപ്പോകുന്നുണ്ട്. എന്നാൽ 3-ാമത്തെ ഉപമയിൽ മകൻ നഷ്ടപ്പെടുമ്പോൾ ധൂർത്തപുത്രനെ തേടി പിതാവ് പോകുന്നില്ല. പലരും ചോദിക്കാറുണ്ട്, അച്ഛാ എന്തുകൊണ്ടാണ്? നാണയത്തേക്കാൾ വില മനുഷ്യനില്ലേ? ആടിനേക്കാൾ വില മനുഷ്യനില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അപ്പൻ മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ മകനെ തേടിപ്പോകാഞ്ഞത്? സ്ത്രീ നാണയം തേടിപ്പോയി, ഇടയൻ കാണാതെ പോയ ആടിനെ തേടിപ്പോയി. എന്നാൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മകനെ തേടി അപ്പൻ പോകുന്നില്ല. എന്താ കാരണം എന്നറിയാവോ? മകന് വിവേകം ദൈവം നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ന് അവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് സഹോദരങ്ങളെ ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയും യോഹന്നാന്റെ സുവിശേഷത്തിൽ 50 വരെയുള്ള ഈ വചനഭാഗങ്ങളിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കൃത്യമായും ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പ്രകാശമായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച യേശു കർത്താവിനെ പിൻചെല്ലാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് കർത്താവ് നമുക്കെല്ലാവർക്കും നൽകുന്നത് എന്ന് സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. 12-ാം അധ്യായത്തിൻ്റെ വചനവ്യാഖ്യാനം ഇതോടുകൂടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഈ 12-ാം അധ്യായത്തിൻ്റെ വചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നോട് വ്യക്തിപരമായി ഈ 12-ാം അധ്യായത്തിലെ വാക്യങ്ങളിലൂടെ കർത്താവ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്കുള്ള സന്ദേശം എന്താണ് എന്നാണ് വചന വിചിന്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ തൈലാഭിഷേകവുമായി ബന്ധപ്പെട്ടുള്ള വചനഭാഗം എന്നോട് എന്തു പറയുന്നു എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായി ശ്രമിക്കാം. അതുകൊണ്ട് തന്നെയും ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം തൈലാഭിഷേകത്തിലൂടെയുള്ള മറിയത്തിൻ്റെ അബോധമായ ഒരു പ്രവചനത്തെക്കുറിച്ചും ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനഭാഗമായിട്ടാണ് ആദ്യത്തെ 11 അധ്യായങ്ങൾ പരാമർശിക്കപ്പെടുന്നത്. നമുക്ക് ജീവൻ നൽകുന്നതിനു വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്ന ഈശോയുടെ സ്നേഹത്തിലേക്കാണ് കർത്താവ് നമ്മെ നയിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്ന ഈശോയുടെ സ്നേഹത്തിലേക്ക് അവൻ നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ടാണ് തൈലം അഭിഷേകം ചെയ്യുന്ന മറിയം അറിയാതെ തന്നെയും കർത്താവിൻ്റെ സംസ്കാര ചടങ്ങിനു വേണ്ടിയിട്ടുള്ള തൈലാഭിഷേകമാണ് നടത്തുന്നത് എന്ന് വ്യംഗ്യ അർത്ഥത്തിൽ ഒരു എസ്കത്തോളജിക്കൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള പ്രബോധനം എന്ന രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ നാം കൃതജ്ഞതയുള്ളവരായിരിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്നറിയാവോ? മറിയത്തെ പോലെ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള നന്ദി അറിയിക്കാൻ കടപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അല്ലാതെ മർത്തായെപ്പോലെ ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട്, ലാസറിനെ പോലെ ഈശോയുമായി ജീവിതം പങ്കുവെച്ചുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് സ്നേഹം കാണിക്കാൻ വേണ്ടി പറ്റും. മറിയം കർത്താവിന് തൻ്റെ വിലപ്പെട്ട ജീവിതം സമർപ്പിക്കുകയാണ് തൈലാഭിഷേകം ചെയ്യുന്നതിലൂടെ. മർത്ത ഈശോയെ ശുശ്രൂഷ ചെയ്ത് ഈശോയ്ക്ക് വേണ്ടതൊക്കെയും ഒരുക്കി കൊടുക്കുകയാണ്.
ലാസർ ഈശോയുമായി ജീവിതം പങ്കുവെച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ബഥാനിയായിലെ ലാസറിൻ്റെ കുടുംബം, ലാസറും തൻ്റെ 2 സഹോദരിമാരും കർത്താവിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നും അതുവഴിയായി അവർക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതും സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയും തൈലാഭിഷേകവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കണമെന്നുള്ളതാണ്. ദൈവികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവജനത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ്. അവിടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയും ഈ വചനഭാഗം എന്നോട് വ്യക്തിപരമായി എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ രാജകീയ പ്രവേശനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർത്താവ് ജെറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം നടത്തുമ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നതാണ് ഈശോയുടെ രാജകീയ ദൗത്യമെന്ന് പറയുക. ദൈവപിതാവിനെ, യഹോവയായ ദൈവത്തെ പിതാവിനെ മകൻ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മകൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുന്നത് പോലെ മക്കളുടെ സ്വഭാവ വൈശിഷ്ട്യം കണ്ടിട്ടാണ് അവൻ ഇന്ന ആളുടെ മകനാണ് എന്ന അഭിമാനത്തോടുകൂടെ മറ്റുള്ളവർ പറയുക. സഹോദരങ്ങളെ, കുടുംബ മഹിമ, തറവാടിത്തം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ? ഓരോരുത്തരും സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുകയും കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇവയൊക്കെയും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നമ്മൾ ദൈവമക്കളാണ്. യേശു കർത്താവിൻ്റെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു. ഈ വെളിപ്പെടുത്തൽ അതിൻ്റെ പൂർണ്ണതയിൽ നടന്നത് കുരിശിലാണ് എന്നത് വളരെ വ്യക്തമായി യേശു കർത്താവിൻ്റെ ജീവിതം 4-ാം സുവിശേഷകൻ അനാവരണം ചെയ്യുന്നുണ്ട്. കുരിശിൽ ദൈവപിതാവിന് യേശു കർത്താവ് തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈശോ ദൈവത്തെ വെളിപ്പെടുത്തിയത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സ്നേഹത്തിൻ്റെ, കരുണയുടെ, കരുതലിൻ്റെ ഭാഷയിലാണ് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയത്. ഈ വിനയാന്വിത സ്നേഹമാണ് അവിടുത്തെ രാജത്വത്തിൻ്റെ മുഖമുദ്രയായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയും ചെയ്യുന്നത്. കർത്താവിൻ്റെ രാജത്വത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുക വിനയാന്വിതമായ സ്നേഹത്തോടുകൂടെ ദൈവപിതാവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ള കർത്താവിൻ്റെ ദൗത്യത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയും ഈശോയുടെ ഈ വിനയാന്വിതമായ സ്നേഹമാണ് നമ്മുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിഫലിക്കേണ്ടത് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താൽ ഭരിക്കപ്പെടുവാൻ നാം അനുവദിച്ചെങ്കിലേ നമുക്ക് വിനയാന്വിതരായി പരസ്പരം സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് കർത്താവിൻ്റെ രാജകീയ പ്രവേശനത്തിലൂടെ അവിടുന്ന് നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാനും നിങ്ങളും കടന്നു വരേണ്ടത് എളിമയോടും വിനയത്തോടും കൂടി ആയിരിക്കണമെന്ന് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ജെറൂസലേമിലേക്കുള്ള യേശു കർത്താവിൻ്റെ രാജകീയ പ്രവേശം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തേത് 12-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ്. അവിടെ നമ്മൾ വചനവ്യാഖ്യാനത്തിൽ കണ്ടു, ഗ്രീക്കുകാർ കർത്താവിനെ, യേശുവിനെ തേടുന്ന ഭാഗമാണ്. ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വളരെ കൃത്യമായും സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ നിലത്തു വീണഴിയുന്ന ഗോതമ്പ് മണി പോലെ സ്വയം ശൂന്യവൽക്കരിച്ച് സ്വന്തം ജീവൻ നൽകി സ്നേഹ ശുശ്രൂഷ നിർവഹിച്ച ഈശോയോടൊപ്പം സ്നേഹ ശുശ്രൂഷ ജീവിതം നയിക്കാനും പുതിയ ജീവന് ജന്മം കൊടുക്കാനുമുള്ള കടമ ക്രിസ്തു ശിഷ്യർക്കുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമായിട്ടാണ് ഗ്രീക്കുകാര് യേശുവിനെ, ക്രിസ്തുവിനെ തേടുമ്പോൾ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി നിൽക്കുമെന്നും നിലത്ത് വീണ് അഴിയുന്നെങ്കിൽ മാത്രമേ അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമുള്ള കൃത്യമായ പരാമർശമാണ് ദൈവവചനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയും നിലത്തു വീണഴിയുന്ന ഗോതമ്പ് മണി പോലെ സ്വയം ശൂന്യവൽക്കരിച്ചവനാണ്, ജീവൻ നൽകിയവനാണ് യേശു കർത്താവ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ കർത്താവിൻ്റെ മാതൃക അനുകരിച്ച് ഗോതമ്പ് മണി പോലെ നിലത്ത് വീണഴിയാനും
അഴിഞ്ഞില്ലാതാകുന്നതിലൂടെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഒരു വിത്ത് നമ്മൾ ചാക്കിനകത്ത് കെട്ടി എവിടെയെങ്കിലും ഭദ്രമാക്കി വെച്ച് കഴിഞ്ഞാൽ ആ വിത്ത് അതുപോലെ ഒരു മണി വിത്തായി മാത്രം അവശേഷിക്കും. കുറേ നാളുകൾ കഴിയുമ്പോൾ അത് വിതച്ചില്ല എങ്കിൽ, കുഴിച്ചിട്ടില്ല എങ്കിൽ ആ വിത്ത് കേടായി പോകും. എന്നാൽ ഒരു വിത്ത് നിലത്ത് വിതച്ച് കഴിയുമ്പോൾ, കുഴിച്ചിട്ട് കഴിയുമ്പോൾ അത് അഴുകിയില്ലാതാകുന്നതിലൂടെ വിത്തിൽ നിന്നും പുതിയ നാമ്പുകൾ, മുകുളങ്ങൾ മുളയെടുക്കുന്നു. അതുവഴിയെ എന്താ സംഭവിക്കുന്നത്? പുതിയ ചെടി ഉണ്ടാകുന്നു, പുതിയ കതിരുകൾ ഉണ്ടാകുന്നു, പുതിയ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയും നമ്മുടെ ജീവിതം സേവനത്തിൻ്റെ പാതയിലൂടെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. സേവനത്തിൻ്റെ പാതയാണ് മിശിഹാ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയും സേവിക്കപ്പെടാനല്ല, സേവിക്കാനും അനേകർക്ക് മോചനദ്രവ്യമാകാനും വേണ്ടിയിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്നുള്ള തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. ശിഷ്യരും യേശു കർത്താവിൻ്റെ സേവിക്കപ്പെടാനുള്ള ഈ മാതൃകയാണ് പിൻചെല്ലേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ശിഷ്യത്വം സേവനമാണെന്ന് ഈശോ ഈ വചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ കാണണമെന്ന് പറയുന്ന ഗ്രീക്കുകാരിലൂടെ യേശു കർത്താവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സ്നേഹത്തിൻ്റെ മാതൃകയിലൂടെ, സേവനത്തിൻ്റെ മാതൃകയിലൂടെ സ്വയം ഇല്ലാതാകാൻ സഹോദരങ്ങളെ ഞാനും നിങ്ങളും പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമായി തീരുന്നത്, ഫലദായകമായി തീരുന്നത്. ഫലദായകമായ ജീവിതം നയിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.